ഹലോ, ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാക്രമേ ക്രൗൺ നോട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഈ ഒരു നോട്ടിൻ്റെ പേരാണ് ക്രൗൺ നോട്ട് എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള 3mm രണ്ട് സിംഗിൾ സ്ട്രാൻഡ് കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി ഞാൻ വേസ്റ്റ് കോഡ്സ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇയറിങ്ങിൻ്റെ ഹുക്സും അതേപോലെ ജംപ് റിങ്സും വേണം. ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ടെണ്ണം. അതുപോലത്തെ അപ്പോൾ വേറൊരു സെറ്റിനും കൂടെ വരുമ്പോൾ ടോട്ടൽ 4 കോഡ്സാണ് നമ്മൾ ടോട്ടലായിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡാണ് വിചാരിക്കും. കാരണം നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് കോഡ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കാറില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡായിട്ട് എടുക്കുക. കറക്റ്റ് രണ്ടിനെയും അതിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ഇയറിങ്ങിന് 2 പാർട്ടാണ് ഉണ്ടാവുക. ഇതുപോലെ ഇയറിങ്ങിൻ്റെ ഒരു ഹുക്ക് ഉണ്ടാകും. പിന്നെ ഇതിന് പറയുന്ന പേരാണ് ജംപ് റിംഗ് എന്ന് പറയുന്നത്. ഈ ജംപ് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ 2 കോഡുകളെയും 3mm 2 കോഡുകളെയും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ചെറിയ ഹോളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ത്രെഡും യൂസ് ചെയ്യുന്നത് വലിയ ത്രെഡ് ആകാൻ പാടില്ല. 3mm അല്ലെങ്കിൽ 2mm അങ്ങനത്തെ ചെറിയ ത്രെഡ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇനി അതിന് ശേഷം അതിന് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതിനെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ ഈ ഒരു ക്രൗൺ നോട്ട് കിട്ടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 4 കോഡുകളായിട്ട് ഇതിനെ തിരിക്കുക. അതിനുശേഷം ഓരോ കോഡിൻ്റെ മൂവ്മെൻറ്റും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ക്രൗൺ നോട്ട് ഉണ്ടാക്കുക. നമ്മളിത് വെച്ചിട്ട് വേറെയും കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേസ്റ്റ് ആയിട്ടുള്ള വരുന്ന ത്രെഡൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ക്രൗൺ നോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പിന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്താൽ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ക്രൗൺ നോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതേ ക്രൗൺ നോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണോ ആ പാറ്റേൺ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പം ഇതിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു കൗണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായത് ഇയറിങ്സിൻ്റെ ലെങ്ത്ത് എത്രത്തോളം വേണമെന്നുള്ളത് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഈ ക്രൗൺ നോട്ടിൻ്റെ എണ്ണവും കൂട്ടുക. ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പിന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ കയ്യിൽ വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യാം. ഈ 2 മെത്തേഡിലാണ് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ റോസ് ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് വീഡിയോ ഇടാൻ ചോദിച്ചിട്ടുണ്ട്. അതിലും നമ്മൾ ഈ ക്രൗൺ നോട്ട് തന്നെയാണ് ഫസ്റ്റ് യൂസ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേഞ്ചസ് വരാറുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകുമ്പോഴേ ആ ഒരു പാറ്റേണിൻ്റെ ഫിനിഷിങ് കിട്ടുകയുള്ളൂ. ഇത് 3ാമത്തെ ക്രൗൺ നോട്ടായി. ഞാനിത് ഫ്രിഞ്ചസ് ഉള്ളൊരു പാറ്റേൺ ആയതുകൊണ്ടാണ് സിംഗിൾ സ്ട്രാൻഡ് കോഡ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അതിന് പകരം ട്വിസ്റ്റഡ് കോഡൊക്കെ ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. മാക്രമേ പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് വേസ്റ്റേജ് വരുന്നത്. നമുക്ക് നമ്മുടെ കോഡിൻ്റെ കാൽക്കുലേഷൻ ഫോർമുല വെച്ചിട്ട് മാക്സിമം കുറേ വേസ്റ്റേജൊക്കെ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ എന്നാൽ കൂടെ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ യൂസ്ഫുൾ ആകാതെ വരും. അതായത് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള ഓരോ കോഡ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇയറിങ്സ് അല്ലെങ്കിൽ ഇതുപോലെ വേറെ ഇയറിങ്സ് പോലെ തന്നെ വേറെയും കീ ചെയിൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രെഡിൻ്റെ വേസ്റ്റേജ് വരുന്ന പോർഷൻ കൂടെ നമുക്ക് റീയൂസ് ചെയ്തിട്ട് പുതിയൊരു പ്രോഡക്റ്റായിട്ട് മാറ്റാൻ പറ്റും. ഫിഫ്ത്ത് ക്രൗൺ നോട്ടായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലെങ്ത്ത് മറ്റേതുമായിട്ട് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 6 ടൈംസാണ് ശരിക്കും അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5th കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എത്രയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. നിങ്ങൾക്കതിൽ ചെറുതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഞാനിതിൽ 6 ടൈംസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് അറ്റത്ത് ഫ്രിഞ്ചസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഈ 4 കോഡുകൾ വെച്ച് ഫ്രിഞ്ചസ് കൊടുക്കുക എന്ന് പറയുമ്പം അതിൽ അത്ര തിക്നെസ് വരില്ല, ഫ്രിഞ്ചസിൻ്റെ തിക്നെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 ക്രൗൺ നോട്ടിൻ്റെ അവിടെ 2 എക്സ്ട്രാ ചെറിയ ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയ 2 കോഡുകൾ അതിലോട്ടേക്ക് വെറുതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലെ ജസ്റ്റ് ഇട്ടു. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രിഞ്ചസിൻ്റെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ മറ്റേ കോഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ക്രൗൺ നോട്ടിൻ്റെ നമ്മൾ മേലെ ചെയ്ത ആ കോഡ്സ് വെച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതോടുകൂടി അത് ഏകദേശം നമ്മുടെ ക്രൗൺ നോട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ട ലെങ്ത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ 6 ടൈംസാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് വേണം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിലൊരു ഗോൾഡൻ ത്രെഡ്, ഞാൻ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അതേപോലെ സെയിം ത്രെഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാനിതിൽ ചെറിയൊരു ഭംഗി കിടക്കട്ടെ വെച്ചിട്ടാണ് ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗ്യാതറിങ് നോട്ട് തന്നെ നോർമലായി നമ്മളെങ്ങനെയാണോ ഗ്യാതറിങ് നോട്ട് കിട്ടുക അപ്പോൾ അതുപോലെ. അപ്പോൾ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഗ്യാതറിങ് നോട്ട് ഒരു 3 or 4 ടൈംസ് ജസ്റ്റ് അതും നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര ലെങ്ത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് ഗ്യാതറിങ് നോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇയറിംഗ് ആണിത്. അതിനുശേഷം എക്സ്ട്രാ വരുന്ന കോഡ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ തന്നെ ഉള്ളിലോട്ടേക്ക് കയറ്റേണ്ട പോർഷൻസൊക്കെ കയറ്റി ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു പറയുന്നില്ല. പിന്നെ എക്സ്ട്രാ വരുന്ന നമ്മുടെ ഫ്രിഞ്ചസിനെയൊക്കെ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. കോംബ് ചെയ്യുമ്പം എഡ്ജിൽ പിടിച്ചുകൊണ്ട് വേണം കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് ലൂസായി പോകും. അപ്പോൾ അത് നമ്മൾക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണെന്നുള്ളത് കറക്റ്റ് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ആ ഒരു ഡയമെൻഷനിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡയമെൻഷൻ അതിപ്പോൾ ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജംറിങ് ഉണ്ടല്ലോ, ആ ജംറിങ്ങിലോട്ടേക്ക് ആ കീ ഹുക്കും കൂടെ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ സിസർ വെച്ചിട്ട് ജസ്റ്റ് അതിനൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ നമ്മുടെ ഇയറിങ്സിൻ്റെ ഹുക്ക് അതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിസർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ജംറിങ് വളരെ ചെറിയ ജംറിങ് എടുക്കാതിരിക്കുക. മാക്സിമം ഒരു 20 mm ഉള്ളത് എടുക്കുക. പിന്നെ അതിനേക്കാളും വലുതായാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷേ വളരെ ചെറുതാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ സിസർ വെച്ചിട്ട് ജസ്റ്റ് ടക്ക് ഇൻ ചെയ്യുക അതിൻ്റെ ഉള്ളിലോട്ടേക്ക്. ഓക്കെ, നമ്മുടെ അപ്പോൾ ഇയറിങ്സ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇയറിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കും വേസ്റ്റേജ് വരുന്ന കോഡൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ പ്രൊഡക്റ്റൊക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.